ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു എന്നറിയാം, എങ്കിലും നമുക്ക് ഒരുപാട് സമ്മർ ഫ്രണ്ട്ലി ആയിട്ട് കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും ആവശ്യമില്ലല്ലോ, ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കടന്നു. മറ്റതും പ്രാക്ടിക്കലായിട്ട് തന്നെയാണ്, എന്നാലും നമ്മൾ ഇനിയിപ്പോൾ നോർമൽ എല്ലാവരും ഒരു വെക്കേഷൻ്റെ ഇതിൽ കുറച്ച് പേര്, ബാക്കിയുള്ളവർ ഇങ്ങനെ ട്രെയിനിങ് കാര്യങ്ങൾ, ഇലക്ഷൻ ചൂടിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അജ്രക്ക് തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ പ്യുവർ കോട്ടൺസ് ഉണ്ട്, കാംബ്രിക് കോട്ടൺ ഉണ്ട്, അക്കോബ ഉണ്ട്, അങ്ങനെ കോട്ടൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണെന്ന്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബ്ലെൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബ്ലെൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ, ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ എങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അത് കാണാനും സമയമില്ലാത്തവർക്കാണെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒരു നമ്പർ മാത്രം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ആ ഒരു ഒറ്റ നമ്പറിലേക്ക് മാത്രം സ്ക്രീൻഷോട്ട് അയക്കേണ്ടതും, ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ മറക്കാതെ പറയുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ തവണ മാത്രം ഓർഡർ ചെയ്യാൻ നോക്കുക, കാരണം വീണ്ടും റിപ്ലൈ കിട്ടാൻ എന്തായാലും സാവകാശം എടുക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും റിപ്ലൈ ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മെസ്സേജ് മുകളിലേക്ക് പോകും. നമുക്ക് സൺഡേ ലീവാണ്, ഓൺലൈനും ഷോപ്പും എല്ലാം ലീവാണ്. മൺഡേ മോർണിംഗ് അവർ സാറ്റർഡേയിലെ മെസ്സേജ് ക്ലിയർ ചെയ്തിട്ടാണ് അതിലേക്ക് കിടക്കുക. അപ്പോൾ സാവകാശം ആവശ്യമാണ്. അപ്പോൾ കഴിഞ്ഞൊരു ഓഫർ സെയിലിൻ്റെതായ ഒരുപാട് മെസ്സേജസ് ഉണ്ട്, ഇനിയും പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ലേഡീസ് സ്റ്റാഫ് ഒരാൾക്ക് സുഖമില്ലായിരുന്നു, അപ്പോൾ അതിലൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാവകാശം എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് കേട്ടോ തുടക്കം തന്നെ ഇൻട്രോ പറഞ്ഞത്. അപ്പോൾ കുറേ പേര് കേൾക്കുന്നില്ല, വീണ്ടും 3 നമ്പറിലേക്ക് ഓർഡർ അയച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയും ശ്രദ്ധിക്കണം. അപ്പം നമുക്കിന്ന് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ അജ്രക്ക്. ഈ അജ്രക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ആണ്, നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇത് 10 മീറ്റേഴ്സ് അല്ലെങ്കിൽ 9 മീറ്റേഴ്സിൻ്റെ കട്ടായിട്ടാണ് വരെ. ഏറ്റവും പ്യുവർ അജ്രക് ഫാബ്രിക്, 44 ഇഞ്ച് വിഡ്ത്ത്, 190 റുപ്പീസ് പെർ മീറ്റർ. അപ്പം നമ്മൾ കുറേ പേര് ചോദിക്കും, ചേച്ചി അജ്രക്കിൻ്റെ സെറ്റ് കൊണ്ടുവരുമെന്ന്. അപ്പം നമുക്ക് സെറ്റ് കൊണ്ടുവന്നാൽ അതൊരു പെർട്ടിക്കുലർ ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ആസ് സച്ച് സെറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം, കാരണം ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഓരോന്ന് കാണിക്കാം. ഫസ്റ്റ് പ്രിൻ്റ് ഇത് എങ്ങനെ വരുന്നു, അജ്രക്കാണ്, അജ്രക് ഡിസൈൻ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അജ്രക്ക് പോലുള്ള ഇന്നത്തെ ഏത് കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കളർ ഗാർഡ് എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു വീഡിയോ ഉണ്ട്, അത് നോക്കി ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി ചെയ്യണം. സംശയങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിടണം. അപ്പോൾ 44 ഇഞ്ച് വിഡ്ത്ത്, 190. ഫസ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ വരുന്നു, അജ്രക് ഫാബ്രിക്. ഇത് ഇനി വേറൊന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ വരുന്നു നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ പഴയ ആൾക്കാർക്ക് അറിയാം, ഞാൻ പാരൽ കട്ടൊക്കെ ചെയ്ത കുർത്തികളൊക്കെ കണ്ടിട്ടുണ്ട്, 2 പ്രിൻ്റ് ഒന്നിച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത പോലെയൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഒറ്റ കുർത്തിയായിട്ട് അങ്ങനെ പല ഡിസൈനിലൊക്കെ യോക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ രണ്ടിന് കൂടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടം മെറ്റീരിയൽ ഇതാ വരുന്നു, ഇങ്ങനെ 6 ആഗ്. ബോട്ടം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബോട്ടം മെറ്റീരിയൽ ये तो भी प्योर अजरक फैब्रिक है, ये भी आपको टॉप बनाने के लिए भी अच्छा है. ഈ നമ്മൾ ഈ ലൈൻസ് സ്ട്രൈപ്സ് പാറ്റേൺ വരുന്നത് കോളറിനൊക്കെ വെച്ച് കുർത്തി ചെയ്യാനും നല്ലതാണ്. ഹിന്ദിക്കാർ ഹിന്ദി പറയാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഈ മലയാളം പറയുമ്പോൾ തന്നെ മടുത്തു പോകാണ്, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന മുറി ഹിന്ദിയൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടോപ്പും ബോട്ടമായി, ഇതൊരു ടോപ്പായി അങ്ങനെ ഒരു ബോട്ടം മെറ്റീരിയലായി. ഞാൻ അതിൻ്റെ കൂടെ അങ്ങനെ ദുപ്പട്ട വരുന്നു. എബി പ്യുവർ അജ്രക് ദുപ്പട്ടായ മൽ കോട്ടൺ മേ 2.5 മീറ്റേഴ്സ് ലെങ്ത്, 2.5 മീറ്റർ ലെങ്ത് ഉണ്ട്. ഇങ്ങനെ വരുന്നു. വൺ സൈഡ് അല്ല, 2 എൻഡിലും ഇങ്ങനെ ബോർഡർ വരുന്നു. 6 ആഗ് പാറ്റേണിൽ വരുന്ന ദുപ്പട്ടയാണ്. 2.5 മീറ്റേഴ്സ് ലെങ്ത്തും 44 ഇഞ്ചിൽ വിഡ്ത്തും വരുന്നുണ്ട്. 500 റുപ്പീസ് പെർ പീസ് ദുപ്പട്ടയുടെ റേറ്റാണ്. ഇത് അജ്രക് ദുപ്പട്ടയാണ്, അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നു, ലെങ്ത് ഈ ദുപ്പട്ടയാണ്. അപ്പോൾ ലെങ്ത്ത് കുറവുള്ള ദുപ്പട്ട വേണ്ടവർക്ക് ഇത് ഇങ്ങനെ വാങ്ങുമ്പോൾ ലെങ്ത്ത് എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളത് ഈ ഒരു ഫാബ്രിക് നമ്മൾ കാംബ്രിക്കൊക്കെ കട്ട് ചെയ്ത് ദുപ്പട്ടയാക്കില്ലേ, അതേപോലെ തന്നെ ബോട്ടം മെറ്റീരിയൽ കൊണ്ട് ബോട്ടവും ദുപ്പട്ടയും കൂടെ കൂടിയിട്ട് ലെങ്ത്ത് വിഡ്ത്ത് കുറഞ്ഞ ദുപ്പട്ടയാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണം ചെയ്യാം. 1.25 മീറ്റർ എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ്. അപ്പോൾ ഇത് മാത്രം വേണ്ട, ദുപ്പട്ട മാത്രമായിട്ടും കിട്ടും കേട്ടോ, നിങ്ങൾക്ക് സെറ്റായിട്ട് തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. ദുപ്പട്ട മാത്രം വേണമെങ്കിൽ ഇത് 500 റുപ്പീസ്. എന്നിട്ട് താഴെ ദുപ്പട്ട എന്ന് എഴുതണം, കാരണം ഈ ഡിസൈൻ തമ്മിൽ മാറല്ലേ. അപ്പോൾ ഇതിൽ ഏത് ഫാബ്രിക്കും സിംഗിളായിട്ടും കിട്ടും, സെറ്റായിട്ടും കിട്ടും, എങ്ങനെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ അജ്രക്കിൽ കേട്ടോ, മറ്റേ 3 പീസ് സെറ്റിൽ അങ്ങനെ കിട്ടില്ലേ. അപ്പോൾ ഇതെങ്ങനെ ഫസ്റ്റ് ഫാമിലി അങ്ങനെ കഴിഞ്ഞു. ഇനി അജ്രക്കിൽ വരുന്നു നെക്സ്റ്റ്, നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഇങ്ങനെ വരുന്നു ടോപ്പ്. അപ്പോൾ ഇത് ടോപ്പ് സപ്പോസ് ചെയ്യാം, ടോപ്പോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, തിരിച്ചും ചെയ്യാം, തിരിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ കൂടെ വരുന്നതാ നല്ല ഒരു യെല്ലോ 6 ആഗ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പായി ഭാര്യ
ഭാര്യ ഇതുമായി ഞങ്ങളിവിടെ തമാശയ്ക്ക് പറഞ്ഞു, അതും ഇങ്ങനെ അറിയാതെ വന്നുപോയി. അതിൻ്റെ ഫാമിലീനെ എടുത്തു, ഇതിൻ്റെ ഫാമിലി എടുത്തു, ആ ഹസ്ബൻഡിനെ കൊണ്ടുവന്നില്ല അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഹസ്ബൻഡും വൈഫും കുട്ടിയും വന്നു. അങ്ങനെ പറച്ചിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അങ്ങ് വന്നു പോയതാണ്. അപ്പോൾ ഇത് അതിൻ്റെ ദുപ്പട്ട ഇതങ്ങനെ വരുന്നു. ഇതും 2.5 മീറ്റേഴ്സ് ലെങ്ത്ത്. ഈ വീഡിയോക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമ്മളെ ജോലികളൊക്കെ. അപ്പോൾ അവർ സ്റ്റാഫ് പോണതിൻ്റെ മുമ്പ് എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച് തരും. ഇതങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ 2.5 മീറ്റേഴ്സ് ലെങ്ത്ത് വരുന്ന അജ്രക് ദുപ്പട്ട 500 റുപ്പീസ് പെർ പീസ്, 500 രൂപ. അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ, ഇനി ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. ഇനി മെറൂൺ റയോൺ എത്തിയിട്ടുണ്ട്. 17 kg ഹെവി റയോൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ റയോൺ പ്ലെയിൻ ടോപ്പ് വേണ്ടവർക്ക് ചോദിച്ചാൽ കിട്ടും. അത് കുറച്ചുകൂടെ അതിന് 140 150 പെർ മീറ്റർ റേറ്റ് വരുന്ന കുറച്ച് ഹെവിയാണ്. നമ്മൾ നോർമൽ ബാക്കി കളേഴ്സ് റയോൺ എത്തിയിട്ടുണ്ട്, ബ്ലാക്കൊക്കെ അത് 120 ആണ്. അത് 14 kg വരുന്നതാണ്. കുറച്ച് ഹെവി റയോൺ ആണ് മെറൂണിൽ വന്നിരിക്കുന്നത്. ചോദിച്ചാൽ വേണ്ടവർക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഇനി കോട്ടൺ സ്ലബൊക്കെ മെറൂണിൽ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ അജ്രക്കിൽ അത് കഴിഞ്ഞു. ഇനി അജ്രക്കിൽ അടുത്ത വരുന്നു 44 ഇഞ്ച് വിഡ്ത്ത് 190 ഇങ്ങനെ വരുന്നു, ഓറഞ്ച് കളറിൽ. അത് അങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ദുപ്പട്ട ഹെവി 500 റുപ്പീസ് का അജ്രക് ദുപ്പട്ടായെ ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർക്ക് സെറ്റായിട്ട് എടുക്കാം, സിംഗിളായിട്ട് വേണ്ടവർക്ക് സിംഗിൾ. അപ്പോൾ സിംഗിൾ ബി ലേ സക്തേ, സെറ്റ് ബി ലേ സക്തേ ഈസാ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അജ്രക് സെറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് വന്നില്ലേ. അപ്പോൾ അത് ഇനി നമുക്കിതിൽ ടോപ്പ് ബോട്ടം ചെയ്യുന്നതിനെ കൊണ്ട് യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റ് 190. ഇത് വേണ്ടവർക്കാണെങ്കിൽ ഇത് വേണ്ടവർക്കാണെങ്കിൽ ഇത്, സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ അതങ്ങനെ. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിനൊന്നുകൂടെ കാണിക്കാനുണ്ട്. ഇത് അടുത്ത ടോപ്പ് ഇങ്ങനെ വരുന്നു. ഇത് 44 ഇഞ്ച് വെടുത്ത് 190, 190 രൂപ അജ്രക്കാണ്. അതിൻ്റെ കൂടെയും ഇത് ചേരും കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ടോപ്പും ബോട്ടും. അപ്പം നിങ്ങൾക്ക് 2 ടോപ്പ് എടുത്തിട്ട് ഒറ്റ ബോട്ടം ദുപ്പട്ടയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും മറക്കാതെ ശ്രദ്ധിക്കുക, ഈ നാച്ചുറൽ കോട്ടൺ മെറ്റീരിയൽ ഒന്നും മെഷീൻ വാഷ് അത്ര നല്ലതല്ല. നമ്മൾ കളർ ഗാർഡും ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വാഷിന് മാത്രമേ കളർ ഗാർഡ് ഉപയോഗിച്ചാൽ മതിയാവും. കളർ ഗാർഡിൽ മുക്കി വെച്ച ശേഷം അങ്ങനെ തന്നെ വിരിച്ചിടണേ. അത് അപ്പം തന്നെ കഴുകരുത്, സോപ്പിട്ടോ അല്ലെങ്കിൽ വെറും വെള്ളത്തിലോ കഴുകി കളയരുത്. കളർ ഗാർഡ് ഫിക്സ് ആവില്ല, കളർ ഫിക്സ് ആവില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു സെറ്റ് കൂടെ കാണിച്ചു തരാം. അതിങ്ങനെ ഇങ്ങനെ വരുന്നു. ഇതിൽ ഈ ഒരു ഇത് വരുന്നത് ഈ ഒരു ബ്ലൂ ബ്ലാക്ക് പോലത്തെ പ്രിൻ്റാണ്. ഇതിൽ ഇടയ്ക്ക് ഇൻഡിഗോയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ച ആ ഇൻഡിഗോ ദുപ്പട്ടയ്ക്കും ഈ സെറ്റ് ചേരും കേട്ടോ. അപ്പോൾ ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട. അപ്പോൾ ഓരോ ആ ബോട്ടം എന്നതിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ചേരുന്ന ദുപ്പട്ടയും അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു 500 റുപ്പീസ് പെർ പീസ് അജ്രക്ക്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ബ്ലാക്ക് പ്ലെയിൻ ഹക്കോബയിലോ ഇതിലോ പ്ലെയിൻ ടോപ്പുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ചെയ്യാം. നമ്മൾ ഈ ദിവസങ്ങളിലേ ഈ ഓഫർ സെയിൽ ഇട്ടിട്ട് ഒരുപാട് മെസ്സേജ് പെൻഡിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷോർട്സും മറ്റ് വീഡിയോകളും ഒക്കെ കാണാതെ ഇടാതെ വന്നത്. അപ്പോൾ എന്നെ കാണാതെ അന്വേഷിച്ച എല്ലാവർക്കും ഹായ്, നിങ്ങളുടെ സ്നേഹത്തിന് എല്ലാ കരുതലിനൊക്കെ നന്ദി പറയുന്നു. അപ്പോൾ പിന്നെ മെസ്സേജ് പെൻഡിങ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരാതിരുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്നത്, അപ്പോൾ നമ്മളത് കോട്ടൻ്റെ പ്യുവർ കോട്ടൺ ആണ് നമ്മൾ അജ്രക്ക് ഹാൻഡ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മളെ കാംബ്രിക് കോട്ടൺ ആണ്. കാംബ്രിക് കോട്ടൺ എന്ന് പറഞ്ഞാൽ 60 കോട്ടൺ എന്ന് പറയും. അതായത് വിഡ്ത്ത് അല്ല 60, അതിൻ്റെ ത്രെഡ് കൗണ്ട് ആണിത്. അപ്പോൾ ഇത് ഒന്നുകൂടെ അതിൻ്റെ ഒരു പ്രോസസ്സിങ്, ഒരു കാലണ്ടറിങ് പ്രോസസ്സ് കഴിഞ്ഞ ത്രെഡാണ് ഇതിൻ്റെ കാംബ്രിക്കിന് വരുന്നത്. അതുകൊണ്ടാണ് അതിന് ശ്രിങ്കേജും കാര്യങ്ങളും കുറച്ചുകൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ളത്. നമ്മൾ ഫസ്റ്റ് 1-2 വാഷ് ശ്രദ്ധിച്ച ശേഷം നമുക്ക് മെഷീൻ വാഷ് വേണമെങ്കിലും ചെയ്യാം. എങ്കിലും നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് മോഡലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ ഫാബ്രിക്കിനും അതിൻ്റേതായ കെയർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കലങ്കാരി പ്രിൻറ്റ് കാംബ്രിക്കിൽ വരുന്നത്, ഒറിജിനൽ കലങ്കാരി അല്ല കേട്ടോ. ഒറിജിനൽ കലങ്കാരി അതിന് മുമ്പത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കണം. ഇനി അഥവാ വേണ്ടവർക്കാണെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കണം എന്നാൽ ഫോട്ടോ എടുത്ത് കാരണം മെസ്സേജ് പെൻഡിങ് ആണ്. അപ്പോൾ 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ കാംബ്രിക് കോട്ടൺ ആണ്. ഇത് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വരുന്നു, നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ടോ അല്ലെങ്കിൽ ഒരു ബർഗണ്ടി ഷെയ്ഡ് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ടോപ്പായിട്ട് അങ്ങനെ എടുക്കാം. നൈറ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ്, യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണം ചെയ്യാം. 44 ഇഞ്ച് വിടുത്ത് 120. അപ്പോൾ ഇതും നൈറ്റിക്കും ടോപ്പിനും ഒക്കെ പറ്റും. എപ്പോഴും നമുക്കൊരു ഡിമാൻഡുള്ളൊരു സംഭവമാണ് കലങ്കാരി ഡിസൈൻ കാംബ്രിക് കോട്ടണിൽ വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇനി ലൈൻസ് പാറ്റേണിൽ വരുന്ന നൈറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. കാംബ്രിക് കോട്ടൺ 44 ഇഞ്ച് എടുത്ത് 120. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ നമ്മൾ ഇതിൽ ഒരു ഗ്രീൻ കളർ യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ടോപ്പ് വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ.
ഇതും നമ്മുടെ ക്യാമ്പ്രിക് കോട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ഡിസൈൻസ് ആണ്, അത് നമ്മൾ ക്യാമ്പ്രിക്കിൽ വന്നിരിക്കുന്നതാണത്. ഇതിങ്ങനെ ഹാൻഡ് ബ്ലോക്ക് ഒന്നുമില്ല, ഇതൊക്കെ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ. ക്യാമ്പ്രിക് കോട്ടൺ ആണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ, ജോലിക്കാർക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ, റഫ് ആൻഡ് ടഫായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയതാണ്. ലൈനിങ് ഓപ്ഷണൽ ആണ്, കമ്പൽസറി അല്ല. കാരണം ഡാർക്ക് കളേഴ്സും കൂടെ ആയതുകൊണ്ട് അതങ്ങനെ നെല്ലടിക്കുന്ന പ്രശ്നങ്ങൾ വല്ലാതെ വരുന്നില്ല. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 120. ഇത് ഇങ്ങനെ. അതിൻ്റെ ഒപ്പം നമുക്കിതാ ഈ ലൈൻസ് പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ. നൈറ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ്. ഈ ഒരു ബ്ലൂ പീസൊക്കെ വെച്ച് യോക്കൊക്കെ വെച്ച് നൈറ്റ് ചെയ്താലും നല്ലതാണ്. കുർത്തി ചെയ്യാനാണെങ്കിലും നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ടോപ്പോ ബോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാൻ രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ. നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരുന്നു ഇങ്ങനെ. അത് ടോപ്പ്, ഇത് ബോട്ടം. ഇങ്ങനെ വരുന്നു. ഇതിങ്ങനെ വരുന്നു. അപ്പോൾ ഇതിന് നമുക്കൊരു പീക്കോ ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന കളർ, പീക്കോ ഗ്രീനും ബോട്ടിൽ ഗ്രീൻ്റെ ഇടയിലുള്ള ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രിക്ക് റെഡ് കളർ ബോട്ടോ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കാം. 44 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു. ലൈൻസ് പാറ്റേൺ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ വരുന്നത് ഡിസൈൻസ് നമ്മൾ ടോപ്പ് ചെയ്ത് ഒന്നുകൂടെ ഹൈറ്റ് കൂടുതൽ തോന്നിക്കുന്നൊക്കെ പറയാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 44 ഇഞ്ച് വീതി, 120 രൂപ. അടുത്തത് ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ നമുക്ക് റെഗുലറായിട്ട് വരുന്നൊരു ഡിസൈൻസാണ്. പുതിയ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും കൊണ്ടുവരുന്നത്. 44 ഇഞ്ച് വീതി, 120 രൂപ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഓറഞ്ച് കളർന്ന ബ്രിക്ക് റെഡ്, അല്ലെങ്കിൽ ആ ഒരു യെല്ലോയും ഗ്രീൻ്റെ ഇടയിലുള്ള സുന്ദരി കളർ, എല്ലാ കളറൊക്കെ ബോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. 44 ഇഞ്ച് വീതി, 120 രൂപ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു. നമ്മുടെ സിക്സാഗ് ഇന്ന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ്. അത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല ബണ്ടിൽ. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അത് അവർ എത്രയും പെട്ടെന്ന് നമ്പർ നോട്ട് ചെയ്ത് അയക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ക്യാമ്പ്രിക് കോട്ടൺ ആണിത്. 44 ഇഞ്ച് വെടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. ഇനി ആദ്യം നമ്മൾ കാണിച്ചൊക്കെ ഡാർക്ക് കളേഴ്സാണ്. ഇനി ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നൈറ്റിക്കാണെങ്കിലും ടോപ്പിനാണെങ്കിലും ഒക്കെ നല്ലതാണ്. 44 ഇഞ്ച് വീതി, 120 രൂപ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പ് മാത്രമായിട്ടും എടുക്കാം, ബോട്ടം കൂടി വേണ്ടവർക്ക് അങ്ങനെ സെറ്റായിട്ട് എടുക്കാം. ആ സെറ്റായിട്ട് ചെയ്തിടുമ്പോൾ ഒരു ഭംഗിയാണിത്. ടോപ്പും ബോട്ടോ ഇട്ട് വന്നിട്ടൊരു പർപ്പിൾ കളറ്, ഒരു പർപ്പിളിൻ്റെ ഒനിയൻ പിങ്ക് പർപ്പിൾ കളർ ദുപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഈ സംഭവം ഇവിടെ ഷെൽഫിലിരിക്കുന്നത് കണ്ടത്. നമ്മുടെ കോട്ടൺ ലിനൻ ഫാബ്രിക്കാണിത്. കോട്ടൻ്റെയും ലിനൻ്റെയും ബ്ലെൻഡായ ഒരു ഫാബ്രിക്കാണ്. ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നതാണ്. 44 इंच विड्थ 180 ये तो ब्लेंडेड फैब्रिक है. कॉटन और लिनन का ब्लेंड है. फिर एकदम സോഫ്റ്റ് ഫാബ്രിക്, നല്ലൊരു സുഖമുള്ള ഒരു ഫാബ്രിക്. തൊടാനൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ആണെങ്കിലും നമുക്ക് കുർത്തി ആണെങ്കിലും ഒക്കെ ചെയ്യാൻ നല്ലതാണ്. ഇതെടുക്കാൻ കാരണം ഇത് കണ്ടോ, ഇതിനും ഇത് ചേരും. അപ്പോൾ ഈ ഒരു ഒറ്റ ബോട്ടം ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടോപ്പും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയ രണ്ട് ടോപ്പ്, ഇങ്ങനെ ഒരു ടോപ്പും ഇങ്ങനെ ഒരു ടോപ്പും ഇങ്ങനെ. അപ്പോൾ ജോലിക്കാർക്ക് നമ്പർ ഓഫ് ടോപ്സ് അല്ലേ കൂടുതൽ വേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ ബോട്ടം കൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ ഒരു ചെറിയ പീസൊക്കെ വെച്ച് കൊടുത്ത് യോക്ക് പോലെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് ക്യാമ്പ്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് കലങ്കാരി പ്രിൻ്റ് വരുന്ന ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചവരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതാ വരുന്നു. നമ്മളൊരു ക്രീം കളറിൽ മെറൂൺ ഡിസൈനാണ്, മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നത്. ഇങ്ങനെ കലങ്കാരി ഡിസൈനാണ്. അപ്പോൾ എല്ലാം സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണം. കാരണം ഇതെല്ലാം കണ്ട് ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും. കൊച്ചു വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം. 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതങ്ങനെ ടോപ്പ് മാത്രം വേണ്ടവർക്കാണ് ഇങ്ങനെ യെല്ലോ ബോട്ട് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നൈറ്റിക്കും നല്ലതാണ്. നൈറ്റി ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയാവാം. ഇനി സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെയാവാം. 44 ഇഞ്ച് വിടുത്ത് 120. നെക്സ്റ്റ് വരുന്നു ആ ക്രീമിൽ ഒരു പർപ്പിൾ കളറ്, പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ അങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്താണ്, 120, 120 രൂപ ഇങ്ങനെ വരുന്നു. ഇതിങ്ങനെ ടോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിങ്ങനെ എടുക്കാം. അത് അങ്ങനെ. ഇനി നെക്സ്റ്റ് ക്യാമ്പ്രിക്ക് വരുന്നു. ഇങ്ങനെ. ഇതിന് പാവം, ഇതിനാരുമില്ല. അതുകൊണ്ട് വേറെ ആൾക്കാരെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. പിന്നെ സെറ്റായിട്ട് 6 ആഗ് ലൈൻസ് ഒന്നും വന്നില്ലേ. അപ്പോൾ ഞാൻ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. 44 ഇഞ്ച് വിടുത്ത് 120. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ടോപ്പ് ഇഷ്ടപ്പെടുന്നവർ നല്ലൊരു പ്ലസൻറ്റ് ലുക്ക് വരും. നല്ലൊരു ഗ്രീനും ഒരു പീക്കോക്ക് ഗ്രീൻ പോലത്തെ ഒരു കളറും കൂടെയാണ് വന്നേക്കുന്നത്. ടീൽ ബ്ലൂവിനും പീക്കോക്ക് ഗ്രീനായിട്ട് എല്ലാ കളറും സുന്ദരി കളർ ഇങ്ങനെ വരുന്നു. 44. ഈ ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും ലൈനിങ് ഒന്ന് വെക്കുന്ന കേട്ടോ നല്ലത്. ഇത് കണ്ടോ ഇങ്ങനെ കുറച്ചുകൂടെ ഡാർക്ക് കളേഴ്സിനാകുമ്പോൾ അത്ര അറിയില്ല. അപ്പോൾ നമ്മുടെ ചോയ്സാണ്. എങ്കിലും കാന്താ കോട്ടനെ അപേക്ഷിച്ച് ക്യാമ്പ്രിക്ക് തിക്നെസ് കുറവാണേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കത് പോപ്ലിനിൽ ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ ബോട്ടം ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് പോപ്ലിൻ മെറ്റീരിയൽ, വിടുത്ത് കമ്മി 36 ഇഞ്ച് വിടുത്ത് 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം.
ये अल्ले नम्मल ये 110 रुपीस मीटर का चिकनकारी मटेरियल है, चिकनकारी टाइप हॉल्स वाला मटेरियल है. ये भी आपको बॉटम बनाने के लिए अच्छा फैब्रिक है. 40 इंच विड्थ 40 इंच വീതി വരുന്ന ചിക്കൻകാരി ടൈപ്പ് ഫാബ്രിക്കാണ് ഇതിൽ. ഇങ്ങനെ വരുന്നു 110. ഇതിൻ്റെ റേറ്റ് കൂടിയ ക്വാളിറ്റി കൂടിയ ടൈപ്പ് നമുക്കിപ്പോൾ ഒരു മെറൂണിൽ മാത്രം കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ഇപ്പോൾ ലാസ്റ്റ് വന്നതെല്ലാം റേറ്റ് കുറഞ്ഞതെല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് അതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 180യുടെ നമുക്കുണ്ടായിരുന്നു ഇവിടെ. അതിൽ ബ്ലാക്കിലൊരുണ്ടായിരുന്ന പീസ് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. വൈറ്റൊക്കെ ഇനി 110ൻ്റെ വൈറ്റ്, റെഡ്, ബ്ലാക്ക്, റോയൽ ബ്ലൂ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്, ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, ഈ ഗ്രീൻ വേണ്ട, ഈ ഒരു കളർ ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെയാവാം. ഇത് നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് ബോട്ടം ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് വയ്ക്കുക. ഇവിടെ ലൈനിങ് ഇടാതെ ഈ ഈ സ്കാലപ്പ് ചെയ്ത പോലത്തെ ഈ എൻഡിങ്സ് ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബോട്ടം ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഷെൽഫിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഈ നമുക്ക് മൊഡാലിൽ ഈ ഒരു പ്ലെയിൻ മൊഡാൽ വന്നില്ലേ, അത് കുറച്ചുകൂടെ ഉണ്ട് ഈ ഒരു കളർ. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡാലിൽ ടോപ്പ് ചെയ്തെടുത്തുകൊണ്ട് ബോട്ടം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ പ്ലെയിൻ മൊഡാൽ तो പ്യുവർ മൊഡാലെ പ്ലെയിൻ കളർ മേ ഐസ ഇങ്ങനെ വരുന്നു. നമ്മൾ കൊണ്ടുവരുന്ന മൊഡാൽ സെമി മൊഡാൽ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൊഡാൽ സിൽക്ക് നമുക്ക് കുറച്ചുകൂടെ അവൈലബിൾ ആണ്, ഇരിക്കുന്നതാണ്. ബ്ലാക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജെറ്റ് ബ്ലാക്ക് അല്ല, കുറച്ചുകൂടെ എന്താ പറയുക, ഡൾ ഫിനിഷിങ്ങുള്ള ബ്ലാക്ക് കളറാണ്, അത് അവൈലബിൾ ആണ്. ഇത് മഷ്റൂ ആണ് ഇരിക്കുന്നത്. മഷ്റൂ 280 പെർ മീറ്റർ. ഇതൊക്കെ പ്യുവർ മൊഡാലാണ്. ഇത് സെമി മൊഡാലാണ് 380യുടെ. ഇത് പ്യുവറാണ്. പ്ലെയിൻ കളേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ മൊഡാൽ സിൽക്കാണ്. ഇതിൻ്റെ ഷോർട്ട് സെയിം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് സെമിയാണ്. സെമിയും പ്യുവറും നമുക്കുണ്ട്. ഈ പ്യുവറിന് ചിലർ പറയും അതിൻ്റെ ഒരു ഡൈയിങ്ങിന് ചിലതിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. നമ്മളൊരു മാനുഫാക്ചേഴ്സായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. അതിന് ചിലതിന് ഷൈനിങ് കുറവ് തോന്നുന്നു, അതുകൊണ്ടാണ്. പക്ഷേ പ്യുവർ തന്നെയാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇപ്പം മൊഡാൽ സിൽക്ക് ആണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഫസ്റ്റ് വാഷ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്താൽ അതിൻ്റെ ലോങ് ലൈഫിന് നല്ലതാണ്. പക്ഷേ ഒരുപാട് പേര് നോർമൽ വാഷ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില ഡൈകൾ നമുക്ക് എങ്ങനെയും പറയാൻ പറ്റില്ല, ഓരോ ഡൈയും വ്യത്യാസം. ചില കളർ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ പീക്കോക്ക് ബ്ലൂ പോലത്തെ കളറൊക്കെ ഏത് ഫാബ്രിക്കിലാണെങ്കിലും അതിനൊരു കളർ ലീക്കിംഗ് ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഫാബ്രിക്കിൻ്റെ നേച്ചർ അറിഞ്ഞിട്ട് വേണം ശ്രദ്ധിക്കുക. ഇതൊക്കെ പ്ലെയിൻ കളർ അവർ ഓരോ കളർ ഡൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു 450 റുപ്പീസ് പെർ മീറ്റർ, 450 രൂപ. അപ്പോൾ അത്രയും നമ്മുടെ ക്യാമ്പ്രിക്കും ആ സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ 3 പീസ് സെറ്റ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ടോപ്പ്, ബോട്ടം, ദുപ്പട്ട വരുന്ന 3 പീസ് സെറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എവർ ഹിറ്റ് ഐറ്റമാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിങ്ങനെ കാണിക്കുന്നു. ഇത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് തന്നിരുന്നു, മറ്റൊരു പ്രിൻറ്റ് കഴിഞ്ഞപ്പോൾ. ആ ഒരു സംഭവം ഇങ്ങനെ വരുന്നു. ടോപ്പ് ഇങ്ങനെ വരുന്നു. ബോട്ടം ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ടോപ്പും ബോട്ടും ദുപ്പട്ടയും നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം, സെറ്റായിട്ടാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലെങ്തി ടോപ്പ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ടോപ്പും ബോട്ടും ഒക്കെ വേണമെങ്കിലും ദുപ്പട്ടയും നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപേക്ഷിച്ച് ടോപ്പിനെയും ബോട്ടത്തിനെയും അപേക്ഷിച്ച് ഒരു പൊടിക്ക് ഡാർക്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെ വരുന്നത്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. ഞാൻ വെടുത്തി കാണിച്ചു തരാം ഈ ദുപ്പട്ടയുടെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നു. 90 റുപ്പീസ് പെർ മീറ്ററാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. മൽക്കോട്ടനിലാണ് വരുന്നത് 90 രൂപ. ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസ് പെർ മീറ്റർ. ഞാൻ അജ്രക്കിന് പറഞ്ഞ പോലെ തന്നെ ഇതും ജസ്റ്റ് പ്യുവർ കോട്ടൺ ആണ്, തിക്ക് നോർമൽ കോട്ടൺ, പ്യുവർ കോട്ടൺ. അപ്പോൾ നമ്മൾ കളർ ഗാർഡ് ഇതിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ലോങ് ലൈഫിന് നല്ല കളർ ലീക്കിങ് കാണിക്കും, കാരണം പക്ക കോട്ടൺ ആയതുകൊണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ടോപ്പ്, ഇതിങ്ങനെ ബോട്ടം, ദുപ്പട്ട ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് സെറ്റ് വരുന്നു ഇങ്ങനെ. അപ്പോൾ ജോലിക്കാരൊന്നും മിസ്സാക്കണ്ട, നമുക്ക് റെഗുലർ യൂസിന് പറ്റിയ സംഭവങ്ങളാണ്. ഇത് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യാനും നല്ലതാണ്. അത്യാവശ്യം തിക്ക് കോട്ടൺ ആണ് വരുന്നത്, 40 കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ്, ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ബോട്ടം, അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ദുപ്പട്ട 90 റുപ്പീസ് പെർ മീറ്റർ. ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽക്ക് പ്രൈസ് 100 റുപ്പീസ് പെർ മീറ്റർ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് കോട്ടൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ എപ്പോഴും റിസ്ക് ഉള്ളതാണ്. നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കോട്ടൺ നമുക്ക് ഫസ്റ്റ് വാഷിനെ കൊണ്ടുപോയി മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊള്ളാവും. അപ്പോൾ നമ്മൾ കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ വരുന്നു സെക്കൻഡ് സെറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നു, ഇത് കണ്ടാൽ കാന്തയാണെന്നൊക്കെ തോന്നും, കാന്തയല്ല കേട്ടോ, കാന്തയിലെ പോലത്തെ ഡിസൈനാണ്. ടോപ്പ്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ 4 സെറ്റ്സാണ്. അപ്പോൾ സെറ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ല ചോയ്സാണ്. ഇന്നത്തെ കോട്ടൺ കളക്ഷൻസ് മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്ന ടോപ്പ്, ബോട്ടം. ഇനി അവൈലബിൾ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ. വീഡിയോ കണ്ട് നിങ്ങൾ റിപ്ലൈ ഒന്നും വരാൻ കാത്തിരിക്കരുത്, നിങ്ങൾ അയച്ചിട്ടേക്കുക. ഇവിടുന്ന് സാവകാശം ആവശ്യമാണ്. എന്നിട്ട് ഒരു
2 ഡേയ്സ് കഴിഞ്ഞിട്ട് റിപ്ലൈ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പർ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ട് കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിൽ ഞാൻ പറയാറില്ല ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട അപ്പോൾ ഓരോരുത്തരുടെയും മെസ്സേജ് നോക്കി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു മെസ്സേജിലേക്ക് അടുത്ത മെസ്സേജിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒന്ന് കൈ തട്ടി ഓപ്പൺ ആയിപ്പോയാൽ നമ്മൾ അറിഞ്ഞു പോവില്ല, അറിയില്ല ഏത് നമ്പർ ഓപ്പൺ ആയിപ്പോയി, ഒരു നമ്പർ മിസ്സായിപ്പോയിന്ന്. അപ്പോൾ അങ്ങനെ ഒരു നോർമൽ ടൈം കഴിഞ്ഞിട്ടും റിപ്ലൈ കാണുന്നില്ലെങ്കിൽ മാത്രം അങ്ങനെ ഒന്ന് മെസ്സേജ് ചെയ്യണേ. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ റെസിപ്റ്റ് അയക്കുമല്ലോ, എന്നിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പേയ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് മെറ്റീരിയൽ അയക്കുക. നിങ്ങളൊരു പേയ്മെൻറ്റ് അയച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും വരുന്നില്ല എങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും, കാരണം ചില പേയ്മെൻറ്റുകൾ ചെറിയ ചെറിയ സംഖ്യകൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ വരില്ല. ഇപ്പോൾ ഗൂഗിളിൻ്റെ വഴി വരുന്ന ചിലയിൽ പേരും നമ്പറും ഒന്നും വ്യക്തമാവില്ല, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ആരുടെയാണ് നമ്മൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവരിങ്ങോട്ട് കുറേ കഴിഞ്ഞിട്ടാവും കോൺടാക്ട് ചെയ്യുക. അപ്പം ചിലപ്പോൾ മെറ്റീരിയലും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊരു 1 വീക്ക് കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിരുന്നു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നോർമലി 2 ഡേയ്സൊക്കെ എടുക്കും ചിലപ്പോൾ അയക്കാൻ. അപ്പോൾ അത് ഞാനത് പറഞ്ഞതിൽ ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് കാന്ത കോട്ടൺ അല്ല, കാന്ത ലൈൻസ് പോലെ ഒരു ജസ്റ്റ് പ്രിൻ്റാണ് ഇതിൽ ലൈൻസ് പോലെ കാണുന്നത്. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും. ഈ കാര്യങ്ങളും കൂടെ വീഡിയോയുടെ ഇടയിൽ കൂടെ പറഞ്ഞാലേ ശ്രദ്ധിക്കുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ റീഫണ്ട് ചെയ്ത് തരുന്നത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ആ ഗൂഗിൾ നമ്പറിലേക്ക് തന്നെയാണ് അത് വരിക. അപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുമ്പോഴാണ് റീഫണ്ടൊക്കെ ഡിലേ വരുന്നത് കേട്ടോ. ഇത് ടോപ്പ്, ഇത് ബോട്ടം, നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ, ആ ഒരു പാരറ്റ് ഗ്രീനും അല്ല ബോട്ടിൽ ഗ്രീനും അല്ല, ആ ഒരു നല്ലൊരു ഒലിവ് ഗ്രീൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു കളറ്, സുന്ദരി കളറ് ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്. സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഭംഗികൾ അറിയാം നമ്മൾ സെറ്റ്. അപ്പോൾ കളർ ഗാർഡ് മറക്കല്ലേ. ടോപ്പ് ബോട്ടം. ഇത് കളർ ഗാർഡിൻ്റെ പ്രൊമോ അല്ല, നമ്മൾ കോട്ടൺ മെറ്റീരിയലിൻ്റെ ലൈഫിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട. കാരണം നമ്മൾ കളർ ഗാർഡ് ഫസ്റ്റ് വേർഷൻ അവർ പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് കോട്ടൺ മെറ്റീരിയൽസിന് ആ കളർ ഫിക്സ് ആവുക. ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട, ഇങ്ങനെ വരുന്നു. അല്ലെങ്കിൽ കെമിക്കൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ മെറ്റീരിയൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് റേറ്റ് വരും. നമ്മൾ ഈ ഒരു ബേസിക് മെറ്റീരിയൽ അല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ടോപ്പും ബോട്ടും ദുപ്പട്ടേ ഇതൊക്കെ നമ്മൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത്, അത് ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഇങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അക്കോബകൾ തുടങ്ങാം. അക്കോബ ചോദിച്ചവർക്ക് കുറേ പേർക്കൊക്കെ അവർ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ തിരക്കായിരുന്നുകൊണ്ടാണ്. ഇത് നമ്മളൊരു അക്കോബ, സുന്ദരി അക്കോബ. ആൾ പുലിയാണ് പക്ഷെ പൂച്ചയുമാണ്. പുലിയെന്ന് പറയാൻ കാരണം നല്ല നിങ്ങൾക്ക് കാണാം നല്ല ഹെവി കട്ട് വർക്ക്. നോക്കൂ, ഒറ്റ സ്പേസും ബ്ലാങ്ക് സ്പേസ് ഇല്ല, നല്ല ഫ്ലോറൽ ഡിസൈൻ, കട്ട് വർക്ക്, നല്ല എക്ദം ഹെവി. പക്ഷെ പൂച്ചയെന്ന് പറയാൻ കാരണം വിഡ്ത്ത് കുറവാണ്, ഓൾമോസ്റ്റ് ഒരു 42 കഷ്ടി വരുന്നുള്ളൂ. അപ്പോൾ 2.5 മീറ്റർ എടുക്കുന്നവർക്ക് എന്തായാലും 2.75 3 എടുക്കണം, കാരണം എന്നാലേ വീതി കിട്ടുള്ളൂ. പക്ഷെ റേറ്റ് ഉണ്ട്, ഹെവി മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമ്മൾ ബിഗ് വിഡ്ത്തിൻ്റെ അതേ റേറ്റ് തന്നെ വരുന്നുണ്ട്, 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപ. അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് കോൺട്രാസ്റ്റ് കളർ ലൈനിങ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ബാന്തിനി ഞാൻ എടുത്തിട്ടില്ല, അടുത്തൊരു വീഡിയോ കാണിക്കാം. നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല, ബ്ലാക്കൊക്കെയാണ് കാണിക്കേണ്ടത്. ബ്ലാക്കൊക്കെ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഇതിന് ഓറഞ്ച് ലൈനിങ് തന്നെ വെച്ചിട്ട് തന്നെ വേണമെങ്കിലും ചെയ്യാം. കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുമ്പോഴേ വൈറ്റ് ഒക്കെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. അത് വേറെ 2 എണ്ണത്തിന് എടുത്തുകൊണ്ട് വന്നു. ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ കോൺട്രാസ്റ്റ്. ഇതുണ്ടോ, ഉള്ളിൽ നമ്മൾ വെക്കുന്ന കോൺട്രാസ്റ്റ് ലൈനിങ് എപ്പോഴും ക്രേപ്പിൽ വെക്കണേ, മറ്റേന് കളർ ലീക്കിംഗ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കളർ പിടിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രീന് വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ വെച്ചിട്ട് വേണേലും അങ്ങനെ വേണേലും നമുക്ക് ടോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്നു. 41 ഇഞ്ച് എന്നേ പറയുള്ളൂ, ചിലത് 42 ആണോ 41 ആണ്, ഏകദേശം ആ ഒരു ഇതിലാണ് എടുത്ത് വരിക. 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ടൈ ആൻഡ് ഡൈ ഹക്കോബ എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ടൈ ആൻഡ് ഡൈ ഹക്കോബ, ഏതോ 42 ഇഞ്ച് എടുത്ത് 42 to 43 ഇഞ്ച് എടുത്ത് 180 റുപ്പീസ്, 180 രൂപ. എ ബി ഹോൾ വാലേ ഹോൾ സൈസ് മേ ബി. ഇതുണ്ടോ ഇങ്ങനെ വരുന്നു ഇതിൽ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡലോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. 180 300 ഇങ്ങനെ വരുന്നു. അപ്പോൾ അതങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നു വേറൊരു സുന്ദരി കളറ്, എന്താ പറയുക, ഒരു പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയാം. ഒനിയൻ പിങ്കും അല്ല, എനിക്ക് പേരറിയാത്തൊരു കളറ്, സുന്ദരി കളറാണ്. കളർ കിട്ടുന്നുണ്ടോ, അതിൻ്റെ ഒറിജിനൽ കളർ തന്നെയല്ലേ വരുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ
നോർമൽ ലൈറ്റിൽ എടുക്കുന്നതെങ്കിലും ഓരോ എടുക്കുന്ന ക്യാമറ നിങ്ങൾ കാണുന്ന ഇൻസ്ട്രുമെൻറ്റ് അതിനനുസരിച്ചൊക്കെ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സോഫ്റ്റ് ക്യാമ്പ്രിക് കോട്ടണിലാണ് കട്ട് വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നത് ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത്. 52 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇങ്ങനെ വരുന്നു ക്യാമ്പ്രിക് കോട്ടണിൽ. ഓരോ ഫ്ലവറും നല്ല ഭംഗിയുള്ള കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് നമ്മൾ ഒരു 130 വരുന്ന ആ റേറ്റ് കുറഞ്ഞ ബോൾസ് കട്ട് വർക്ക് അല്ല കേട്ടോ. ഇത് പ്രീമിയം കട്ട് വർക്ക് തന്നെയാണ്. ഇത് അങ്ങനെ വരുന്നു. 300 റുപ്പീസ്, 300 രൂപ അല്ല 280 ആണ്, 280 രൂപ. സോറി, ഞാനതിൻ്റെ ഓരോന്ന് 280 റുപ്പീസ് പെർ മീറ്റർ, 280 രൂപ ഇങ്ങനെ വരുന്നു. അത് ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബിഗ് വിഡ്ത്തിൽ വന്നു. 52 ഇഞ്ചൊക്കെയാണ് ഓൾമോസ്റ്റ് വിഡ്ത്ത് വരിക. അത് നമുക്ക് സെയിം എക്സാക്റ്റ് ഇതുണ്ടോ കോട്ടൺ ബുട്ട ഫാബ്രിക് കൂടെ വന്നിട്ടുണ്ട്. കോട്ടൺ ബുട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് സിന്തറ്റിക് മെറ്റീരിയൽസ് ഇഷ്ടമല്ലാത്തവർക്ക് സോഫ്റ്റായിട്ട് ഫ്ലയേഡ് കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ്. ലൈനിങ് വേണം, ട്രാൻസ്പെറൻ്റ് ആണ്. അംബ്രല കട്ടിങ്ങോ നോർമൽ ടോപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. 54 ഇഞ്ച് വിടുത്ത്, 200 റുപ്പീസ്, 200 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതിനെ നമുക്ക് സെറ്റാക്കാം. ഇത് ഫ്രണ്ടും കറക്റ്റ് അല്ലേ കളറ്? ഒരു സ്ലൈറ്റ് പൊടിക്ക് വ്യത്യാസമുണ്ട്, എന്നാലും അത്ര അറിയില്ല. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ഇത് ബാക്ക് പോർഷൻ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതുകൊണ്ട് ടോപ്പ് ചെയ്തിട്ട് യോക്ക് വേട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹക്കോബ കൊണ്ട് ഒരു ടോപ്പും കോട്ടൺ ബുട്ടയിൽ സ്കേർട്ടും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 280, 200 അങ്ങനെ. ഇനി നെക്സ്റ്റ് ഇനി വരുന്നു വേറൊരു പൂച്ചയും പുലിയും. സുന്ദരിയാണ്, സുന്ദരി ഹക്കോബ. ഇതാ അങ്ങനെ വരുന്നു. ഇനി ഇതിൻ്റെയൊക്കെ പേര് പറയാൻ, കളർ പറയാൻ ഞാൻ ഇച്ചിരി എടുക്കും. ഇതുണ്ടോ, കോഫി ബ്രൗണിൻ്റെയും മിലിറ്ററി ഗ്രീൻ്റെയും ഇടയിലുള്ള ആ ഒരു സുന്ദരി കളറാണിത്. ഇതും ഹോൾസെയിൽ മെറ്റീരിയൽ തന്നെയാണ്. ഇത് അങ്ങനെ വരുന്നു. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹെവി കട്ട് വർക്കാണ്. ഇതുണ്ടോ, വിഡ്ത്ത് കുറവാണ്. കളർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. നല്ല കട്ട് വർക്കുള്ള ത്രെഡ് വർക്ക് ഉള്ളതുകൊണ്ട് ഇതാ ഇങ്ങനെ വരുന്നു. 280, 280 രൂപ, 280 റുപ്പീസ്. ഇതും 41 ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നുള്ളൂ. അപ്പോൾ 2.5 മീറ്റേഴ്സ് എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്ത് അത് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലൈനിങ് വെച്ച് ഇതും സെയിം ടൈപ്പ് ഹക്കോബയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത് ക്രേപ്പ് ലൈനിങ് ആണ്. കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ചിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം വലിയ ഹോൾസുള്ളതിന് നമുക്ക് കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുമ്പോൾ ഒരു ഭംഗിയാണ്. ഇത് മെറൂണോ യെല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ വെക്കാം. ഇതാ ഇങ്ങനെ വരുന്നു. ക്രേപ്പ് ലൈനിങ് 40 റുപ്പീസ് പെർ മീറ്റർ അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഞാൻ ഇപ്പോൾ 2 കളറേ ക്രേപ്പ് എടുത്തിട്ടുള്ളൂ. ഇതാ കണ്ടോ, യെല്ലോ വയ്ക്കുമ്പോൾ യെല്ലോ ഭംഗിയുണ്ട് അല്ലേ? ഇങ്ങനെ യെല്ലോ ഭംഗിയുണ്ട്, മെറൂൺ ഭംഗിയുണ്ട്. അപ്പോൾ ഈ 2 കളറേ ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളൂ, വേറെ കളേഴ്സ് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഹക്കോബകൾ പല പല റേറ്റാണ്, കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത് 280, 280 രൂപ. നല്ല ഹെവി കട്ട് വർക്ക് ആണേ. ഇതാ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അടുത്ത് ഇനി കാണിക്കാൻ പോകുന്ന യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഹെവി ആയത് അങ്ങനെ തന്നെ ചെയ്യുന്നതും ഭംഗിയാണേ. അപ്പോൾ ഇങ്ങനെ വരുന്നു. പിന്നെ ഈ ഹക്കോബ ഇപ്പോൾ ബോയ്സ് കുറേ പേര് ഷർട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിന് നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബോയ്സിന് കുറച്ചുകൂടി ഇതായിരിക്കും നല്ലത്. മറ്റേതിനെ കുറച്ചുകൂടെ വലിയ ഹോൾസ്, ഇത് കുറച്ചുകൂടി ചെറിയ ഹോൾസാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, വലുപ്പം കാണിച്ചു തരാം. ഇതുണ്ട്, ചെറിയ ഹോൾസാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു സാധാരണ കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് ബോട്ടം ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രേപ്പ് വേണമെന്നില്ല, കാരണം ഒരുപാട് വലിയ ഹോൾസ് അല്ല. ക്രേപ്പാണ് എപ്പോഴും ഹക്കോബയുടെ ഉള്ളിൽ നല്ലത്. പിന്നെ ക്രേപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ബ്ലൗസ് പീസ് മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഹോൾസ് കണ്ട് എത്രയേ വരുന്നുള്ളൂ, 250 റുപ്പീസ്, 250 രൂപ. ഇനി അതിൻ്റെ അടിയിലും എല്ലാം വയ്ക്കുമ്പോൾ ഇതാ ഇങ്ങനെ. നമ്മൾ പുതിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ നേരിട്ടൊരു ഷോപ്പിൽ ചെന്നിട്ട് സംഭവം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് നേരിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അവരോടുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാം. നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോന്ന് മെറ്റീരിയൽ കാണിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയല്ലാതെ നിവർത്തിയില്ല. അപ്പോൾ അത് സമയക്കുറവുള്ളവർക്ക് ഷോർട്സിന് റെഗുലറായിട്ടൊന്ന് ഇടാൻ ശ്രമിക്കാം. ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു 70% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ആയി കഴിയുമ്പോൾ ഷോർട്സിൽ ഒന്ന് റെഗുലർ ആവാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നു നല്ല സുന്ദരി ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ. ഇതാ ഇങ്ങനെ വരുന്നു. ഇതിന് എന്ത് ബ്ലൂ എന്നാണ് പറയുക? സ്കൈ ബ്ലൂ അല്ല, പൗഡർ ബ്ലൂ അല്ലാത്ത, സ്കൈ ബ്ലൂവിൻ്റെ എൽഡർ സിസ്റ്ററും പൗഡർ ബ്ലൂവിൻ്റെ കസിനുമായ സുന്ദരി ബ്ലൂ എന്ന് പറയാം. ആ ഒരു ബ്ലൂ, ഒരു ലാവൻഡർ ടച്ച് വരുന്നതിൻ്റെ പേരറിയില്ല. കളർ പറയുന്ന കാര്യത്തിൽ ഞാൻ അട്ട ഫെയിലിയറാണ്, എനിക്കറിയാം. അത് അംഗീകരിക്കുന്നു. ഇതങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനും വിഡ്ത്ത് വരുന്നത് 41 ഇഞ്ചാണ്. ഇങ്ങനെ വരുന്നു.
250 rupees, 250 രൂപ. ആ സുന്ദരി ബ്ലൂ ഇതിന് നമുക്ക് ഈ കളറിനൊക്കെ ശരിക്കും ആ കോൺട്രാസ്റ്റ് വെക്കാനൊക്കെ നല്ലത് ആ സെയിം കളർ തന്നെ വെക്കുകയായിരിക്കും കേട്ടോ. അതങ്ങനെ ടോപ്പ് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ബോട്ടം ചെയ്യുമ്പോഴാണെങ്കിലും ടോപ്പ് ആൻഡ് ബോട്ടം സെയിം നിങ്ങൾക്ക് ലൈനിങ് വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല ലുക്കാണ് കേട്ടോ. ഞാൻ അന്ന് ഒരു സ്റ്റിച്ച്ഡ് മോഡൽസ് അക്കോബെ കാണിച്ചില്ലേ, ഇത് കണ്ടോ ഒരു കോട്ടൺ ബുട്ടയാണ്, പ്രിൻറ്റഡ് കോട്ടൺ ബുട്ട. ഇങ്ങനെ വരുന്നു. 200 rupees, 200 രൂപ. അതിൽ ഒരു ബ്ലൂ ഫ്ലവേഴ്സ് വരുന്നു ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ബ്ലൂവും വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇതിനൊരു ഫ്രോക്കായിട്ടോ അതിന് ഇന്നർ ആൻഡ് കോട്ട് പോലെയോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. ഇത് കണ്ടോ. അപ്പോൾ ഇത് ബിഗ് വിഡ്ത്തിലാണ്, 52 ഇഞ്ച് വിഡ്ത്ത് വരുന്നു. 200 rupees, 200 രൂപ. ഇനി അതിൻ്റെ കൂടെ ഞാനിവിടെ അവൈലബിൾ ആയ ഒരു ഹക്കോബ കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 300 rupees per meter വരുന്ന നേവി ബ്ലൂ ഹക്കോബ. പുതിയ ആൾക്കാർക്കൊക്കെ കാണാം. ഇതെങ്ങനെ വരുന്നു. അവൈലബിൾ ആയ ഹക്കോബയുടെ പിക്ക് വിടാനൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ ഷോർട്ട്സ് അധികം വൈകാതെ എടുത്തിടാം കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിന് ഈ ഒരു ബ്ലൂവിനെ കണ്ടോ, എക്സാക്ട് സെയിം ആണിത്, നേവി ബ്ലൂ. ഈ ഒരു ബ്ലൂ ഫ്ലവേഴ്സിൻ്റെ കളറാണ്, പക്ഷേ ഇതിൻ്റെ കൂടെയും ചേർക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ഇന്നർ മോഡൽ പോലെ ഇതുകൊണ്ട് ടോപ്പ്, ഇതുകൊണ്ട് സ്കേർട്ട്, അങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ വരുന്നു. ഇനി നമ്മൾ കോട്ടൺ നെറ്റ് കൊണ്ടുവരുന്നല്ലോ, ആ കോട്ടൺ നെറ്റിൻ്റെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. ഇതൊരാളൊരു കുഞ്ഞനാണ്, പക്ഷെ ആളങ്ങ് പുലിയ. ഇതുണ്ടോ, വിഡ്ത്ത് വളരെ കുറവാണ്, ഒരു 36 to 38 ഒക്കെ വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇത് കറക്റ്റ് ആളൊന്നും നോക്കിയില്ല കേട്ടോ. ഇത് കണ്ടോ, പക്ഷേ ഹെവി നെറ്റാണ്. നിങ്ങൾക്ക് ഷ്രഗ് പോലെയൊക്കെ ചെയ്യുന്നതിന്. ഇനി ലൈനിങ് വെച്ചിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നല്ല ക്രോപ്പ് ടോപ്പ്, നല്ല സ്കേർട്ടൊക്കെ നല്ല ചെയ്യുന്നവർ ക്രോപ്പ് ടോപ്പ് ഇതുകൊണ്ട് ചെയ്തിട്ട് ഈ ഓഫ് വൈറ്റ് കൊണ്ട് നല്ല ഫ്ലെയർഡ് ആയിട്ട് സ്കേർട്ട്, ഇത് നല്ല ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കി, ഇപ്പോൾ ഇതൊരു കളറാണല്ലോ ഈ കളറ്, നല്ല ഒരു റാണി പിങ്ക്, ഡാർക്ക് പിങ്ക്, ആ ഒരു പിങ്കും ഈ ഒരു ഓഫ് വൈറ്റും ഇങ്ങനെ വരുന്നു. റാണി പിങ്ക് കളർ അന്വേഷിച്ച് ഷോപ്പിൽ വന്നിരുന്ന ഒരു മോൾ ഇത് കാണുന്നുണ്ട് വിചാരിക്കുന്നു. അന്ന് മോൾക്ക് ഒരു ഓർഗൻസയിൽ ഇവിടുന്ന് കൊടുത്തു, നമ്മളുടെ പേര് മറന്നുപോയി. അന്ന് ഈ മെറ്റീരിയൽ ഇല്ലായിരുന്നു, അതുണ്ടായിരുന്നു കാണിക്കുക ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. 200 rupees, 200 രൂപ. നല്ല ഹെവി നെറ്റാണ് കേട്ടോ. നമ്മളിത് കോട്ടൺ നെറ്റാണ്, നമ്മൾ കോട്ടൺ ഹക്കോബയുടെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഹെവി നെറ്റാണ് വരുന്നത്. ലൈനിങ് വെച്ചിട്ട് വേണം, ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് നല്ലത്. 200 rupees, 200 രൂപ. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാം. നമ്മളിനി അല്ലെങ്കിൽ ഇതുകൊണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ അതിന് ഷ്രഗ് പോലെ കോട്ട് പോലെയൊക്കെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ കോട്ടൺ നെറ്റിൽ ഇങ്ങനെ വരുന്നു. ഇത് നമ്മുടെ ബിഗ് വിഡ്ത്ത് കോട്ടൺ നെറ്റ്, നല്ല ഓഫ് വൈറ്റ് കളറിൽ ഇത് അങ്ങനെ വരുന്നു. ഇത് നല്ല ഇഷ്ടം പോലെ ജയൻ്റെ മുദ്ര കാണിക്കുക, ഇങ്ങനെ ഇഷ്ടം പോലെ ഇതോ ഇങ്ങനെ നല്ല വിഡ്ത്തുണ്ട്. 58 ഇഞ്ച് വിഡ്ത്തും ഉണ്ട്. എൻ്റെ വർക്ക് കാണിച്ചു തരാം, നല്ല വർക്കാണ്. ഇതാ ഇങ്ങനെ. അപ്പം ഞാൻ സ്കേർട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് കേട്ടോ. അങ്ങനെ വരുന്നു. അപ്പോൾ ഈ കോട്ടൺ നെറ്റിൽ ഓഫ് വൈറ്റിൽ വേറെ ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ ആയിട്ട് വേണ്ടവരൊക്കെ ആണെങ്കിലും ഒന്ന് ചോദിക്കണം. അപ്പോൾ അവർ അവൈലബിൾ അതിൻ്റെ ഫോട്ടോ വിട്ട് തരും. അപ്പോൾ ഡ്രസ് കോഡ് ചോദിക്കുന്നവരും ഒരു നമ്പറിൽ മാത്രം ചോദിച്ചാൽ മതിയിട്ട് എല്ലാ നമ്പറിലും ചോദിക്കേണ്ട. ഒരു നമ്പറിൽ നിങ്ങൾക്ക് റിപ്ലൈ വൈകി വിചാരിച്ചിട്ട് അടുത്ത നമ്പറിലേക്ക് അയക്കല്ലേ, അവർ വെയിറ്റ് ചെയ്താൽ മതി, അയച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് 240 rupees, 240 രൂപ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ വരുന്നത് ജയ്പൂർ കോട്ടൺ, നമ്മളെ മൊഡാൽ ദുപ്പട്ട കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് വേണ്ടി റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ബാക്കി വരുന്നുണ്ട്, വന്നു കഴിഞ്ഞ് ഉടൻ ചെയ്യാം. നമ്മൾ മൊഡാൽ സിൽക്ക്, പ്യുവർ മൊഡാൽ ദുപ്പട്ടയാണ്. 2.5 meters ലെങ്ത് ആണ്. 1450, 1450 രൂപ. ഇങ്ങനെ വരുന്നു. ഇനി നെക്സ്റ്റ് ഒരു ബാച്ചിലേക്ക്, ഇത് നമ്മൾ ആദ്യത്തെ ആ ഒരു ബാച്ചിൻ്റെ കൂടെ വന്നതാണ്. ഇനിയൊരു ചിലപ്പോൾ റേറ്റ് ഹൈക്ക് ഉണ്ടാവും കേട്ടോ. ഇതങ്ങനെ വരുന്നു. 1450 രൂപ. പ്യുവർ മൊഡാൽ സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ ഫസ്റ്റ് അങ്ങനെ. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ക്ലിയർ അല്ലേ പ്രിൻ്റ്? 1450, 1450 രൂപ. ആ മെറൂണിൻ്റെ തന്നെ ബ്ലാക്ക്, ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിന് ഞാൻ പുതിയൊരു ഗ്രൂപ്പോടെ ഫോം ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇടാം, ഇന്നത്തെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്മളെ ബാക്കി കമ്മ്യൂണിറ്റി എല്ലാം ഫുള്ളായി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. 1 more ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ മറന്നിട്ടുണ്ട് അഥവാ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും നോക്കാം. അങ്ങനെ വരുന്നു. നെക്സ്റ്റ് സ്റ്റോളിൻ്റെയൊക്കെ കളക്ഷൻസ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിടാം.
കാരണം അതിലും ഒരുപാട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, സമയക്കുറവുകൊണ്ടാണ് റെഗുലർ അപ്ഡേറ്റ്സ് ചെയ്യാത്ത റെഗുലറായിട്ട്. അത്രയായിരുന്നു മൊഡാൾ സിൽക്ക് ദുപ്പട്ട. നമുക്ക് ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ, തിക്ക് കോട്ടൺ മെറ്റീരിयल, टॉप बनाने के लिए भी अच्छा है, नाइटी बनाने के लिए भी अच्छा है. प्योर തിക്ക് കോട്ടൺ है, ജയ്പൂർ കോട്ടൺ है, 44 इंच വിടുത്ത്, 110 रुपीस, 110 രൂപ. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ. नेक्स्ट और एक डिज़ाइन, इसका कलर चेंज है. तो पहले का ब्लैक और मरून था, ये भी മെറൂൺ ഓർ ബ്ലാക്ക് ഐസാ. 44 ഇഞ്ച് വിടുത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ, 110 രൂപ. നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട്, ലക്ഷദ്വീപിലേക്ക് അയക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വരുന്നു. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് പോസ്റ്റാണ് ഏറ്റവും ചീപ്പസ്റ്റ്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. റേറ്റ് കാര്യങ്ങൾ കമൻറ്റിൽ ചോദിക്കാൻ എനിക്ക് ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് ഓരോ കൺട്രിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്, ഓരോ ഏജൻസിക്ക് അനുസരിച്ചും. 44 ഇഞ്ച് വിടുത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ, 110 രൂപ. ഇങ്ങനെ വരുന്നു. സ്റ്റിച്ചിങ് വേണ്ടവരും മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ പറയണേ, സമയം എടുക്കും. നെക്സ്റ്റ് ഇതങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത്, 110, 110 രൂപ. നൈറ്റി മെറ്റീരിയലാണ് ഇതെല്ലാം. നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ, സ്ക്രീൻഷോട്ട് മാറല്ലേ, ഇങ്ങനെ. ഇത് ഫസ്റ്റ്, ഇതൊരു ക്രീം കളറ്, ഇത് കുറച്ചുകൂടെ ഒരു ബ്രിക്ക് റെഡ് കളറ്, കുറച്ചുകൂടെ ഒരു യെല്ലോ ടച്ച് വരുന്ന ലൈറ്റ് ഡാർക്ക് കളറൊന്ന് മെൻഷൻ ചെയ്യണേ. കഴിഞ്ഞ പ്രാവശ്യം ക്ലിയറൻസ് സെയിൽ വീഡിയോയിൽ പ്ലെയിൻ കളേഴ്സിൻ്റെ കളർ മെൻഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ആരും ചെയ്തില്ല. സ്ക്രീൻഷോട്ടൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു അവർക്ക്. നെക്സ്റ്റ് ഇതങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത്, 110, 110 രൂപ. നെക്സ്റ്റ് ഇതങ്ങനെ വരുന്നു, 110, 110 രൂപ. ഇനി നമുക്ക് ഇക്കത്ത് കളക്ഷൻ, സ്റ്റിച്ചഡ് ബോട്ടംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട കളർ ചോദിച്ചാൽ മതി, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇനി വരുന്നു നമ്മുടെ इक्कत मटीरियल. इक्कत भी, ये भी प्योर कॉटन है. पहले तो हैंडलूम था, भाई हैंडलूम नहीं है, पावर लूम से बना रहे हैं. प्योर कॉटन है. इसमें भी आपको कलर गार्ड यूज़ करें तो अच्छा है. 44 ഇഞ്ച് വീതി വരുന്ന ഇക്കത്ത് മെറ്റീരിയലാണ്. നമ്മൾ പണ്ടത്തെ ഹാൻഡ്ലൂമിലായിരുന്നു, ഇപ്പോൾ നമ്മൾ പവർ ലൂമിലാണ്. എന്നാൽ ഇതൊക്കെ ഒരു ട്രഡീഷണൽ നെയ്ത്താണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ 1-2 നൂലിഴകൾ അങ്ങനെ പൊങ്ങി വരുന്നത് ആ വീവിങ്ങിൽ വരുന്നതാണ്, അതിൻ്റെ ഡിഫക്റ്റ് അല്ല. ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ വരാറുണ്ട്. ഇതിങ്ങനെ കൈകൊണ്ട് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു, കൈകൊണ്ട് മീൻസ് ആ മെഷീനിൽ ഇങ്ങനെ ചെയ്ത് വരുന്നത്. 44 ഇഞ്ച് വിടുത്ത്, 170 ഇക്കത്ത്. അപ്പോൾ ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെ വൈറ്റ് ബോട്ടത്തിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ബ്ലൗസിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും ഒക്കെ നല്ലത്. നെക്സ്റ്റ് വരുന്നു ലാവൻഡർ ഇക്കത്താണ്. ലൈനിങ് ഓപ്ഷണലാണ്, കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വയ്ക്കാം. 44 ഇഞ്ച് വീതി, 170 രൂപ, 170 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ചിൻ്റെയും ബ്രിക്ക് റെഡിൻ്റെ ഇടയിലുള്ള ആ ഒരു കളറ്, 44 ഇഞ്ച് വിടുത്ത്, 170, 170 രൂപ. അങ്ങനെ നെക്സ്റ്റ് ഇത് വരുന്നത്, ഇത് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ്. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വീതി, 170 രൂപ. നെക്സ്റ്റ് വരുന്നു ഒരു യെല്ലോ, ഒരു മാംഗോ യെല്ലോയുടെയും മസ്റ്റർഡ് യെല്ലോയുടെയും ഇൻ ബിറ്റ്വീൻ വരുന്നു. ഇത് 44 ഇഞ്ച് എടുത്ത്, 170, 170 രൂപ. ഇങ്ങനെ വരുന്നു. അടുത്തത് ബ്ലാക്ക്, ഇങ്ങനെ വരുന്നു. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ, ഒറ്റ സ്ട്രിച്ചിലെടുത്ത വീഡിയോ. അപ്പോൾ എല്ലാവരും പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ ആൾക്കാർ നമ്മുടെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഫാബ്ലൻസ് ഫാമിലിയുടെ ഒരു പാർട്ടായി മാറാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് വന്ന് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ മാത്രം ഓർഡറാണ് ഞാൻ ആ ഒരു നമ്പറിൽ എടുക്കുന്നത്. മെറ്റീരിയലിൻ്റെ എൻക്വയറി കാര്യങ്ങളെല്ലാം ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പറിൽ അതിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന നമ്പർ വേറെയാണ്, 85848, അതിലൊക്കെ അല്ല ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ അതിലാണ് ചെയ്യേണ്ടത്. കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്കാം. അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഇവിടെ കാണിച്ചിരുന്ന മെറ്റീരിയലൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് സാവകാശം കൊടുക്കണം. നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റം അറിയാലോ, ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് അവർക്ക് പോകാൻ സമയം ആവശ്യമാണ്. പിന്നെ അത്രയായിരുന്നു വിശേഷങ്ങൾ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭ പ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.